ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നല്ല ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആപ്പിളിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു കവറുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ വെട്ടിക്കൊടുക്കുക. ഓരോന്നും മെല്ലനെ കട്ട് ചെയ്യണം. ടിഷ്യൂ പേപ്പർ വേഗം കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് മൊത്തം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങനൊരു ഈർക്കിളിലേക്ക് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ടിഷ്യൂ പേപ്പർ കുറച്ചുകൂടെ തോനെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചുറ്റുമ്പം ഈ രീതിയിൽ, അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഈ രീതിയിൽ നമ്മളത് ചുറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിത് ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കവറാണിത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത പീസാണ്. ജസ്റ്റ് ഈ രീതിയിലാണ് നമുക്കിത് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ടായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ തുറന്നെടുക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കുക. ഈ രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ ഒരു പൂമ്പൊടിയാണിത്. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഈ രീതിയിൽ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ റോൾ ചെയ്യാം. കണ്ടോ, നമുക്കൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് താഴേക്ക് ഇതാവുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കാം. എന്നിട്ട് ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തത്. നമുക്ക് നൂല് യൂസ് ചെയ്തിട്ട് ഇത് ടൈറ്റായിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ കിട്ടും. നമ്മുടെ ഫ്ലവർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രേ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഗ്രീൻ ടാപ്പ് ചുറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഇപ്പം ഗ്രീൻ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ക്രേ പേപ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ചുറ്റുക ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് തന്നെ ഈ ബാക്കിയുള്ള പീസസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മളിത് ചുറ്റിയെടുക്കണം. നൂലുപയോഗിച്ചിട്ട് ഇത് ഫുള്ള് ചുറ്റണം. നൂലുപയോഗിച്ച് ഞാനിതവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ ചുറ്റുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് താഴത്തേക്ക് നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. ഈ രീതിയിൽ നല്ല ടൈറ്റായിട്ടാണ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ലൂസായിപ്പോവും. ഇങ്ങനെ മുകളിലായിട്ട് ഒട്ടിക്കണം കേട്ടോ.
നമ്മൾ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് നൂല് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ രീതിയിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ താഴേക്ക് വീണ്ടും ഇത് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ ഗ്രീൻ ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഓൾറെഡി പശ ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ടാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തത്. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടിക്കുകയാണ്. ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം മുറിച്ച് കളയാം. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മളിതിന് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ബാലൻസ് ഉള്ള ക്രേപ്പ് പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്തു. ഈ രീതിയിൽ 2 ഇലകൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും. ഈ പേപ്പറിന് കട്ടി കുറവായതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഈ രീതിയിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ ഒരു ഇല കൊടുത്തിട്ടുണ്ട്. തന്നെ ഇവിടെ കൂടെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലവർ. ഈ സെൻറ്ററിൽ നമുക്ക് പൂമ്പൊടിക്ക് കുറച്ച് കളേഴ്സ് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ റെഡ് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്, നോർമൽ പെയിൻറ്റ്. ജസ്റ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഇവിടെ അവിടെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.